ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും. അവളും ഉമ്മയാണല്ലോ. 2013 മുതൽ 2023 ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് രണ്ടാമത്തെ ഒരു ഉമ്മയെ പോലെയായി. മനാന്ന് വള്ള വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയോ? സംസ്കൃത. മാ എന്ന് പറഞ്ഞാൽ ഞാൻ. മാ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. ന എന്ന് പറഞ്ഞാൽ ഇല്ല. മ ന എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ ഇല്ല. ഞാനില്ലാത്ത സ്ഥലത്തിൻ്റെ പേരാണ് വീട്. അവിടെ ആരേ ഉള്ളൂ? നമ്മളേ ഉള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കേണ്ട സ്ഥലമല്ല അത്. ഞാൻ എൻ്റെ കൂടെയുള്ള 4, 5, 6, 7, 10 എത്ര ആളാണോ ആ മേൽക്കൂരയുടെ താഴെയുള്ളത് അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം. ഞാൻ മാത്രമല്ല, ഓരോ ആളും ജീവിക്കണം. അതിന് പറയുന്ന പേരാണ് വീട്. അല്ലേ? അല്ലേ? ഒരു വീട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലുള്ള ആളുകൾ മാത്രമല്ല, ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒരു ചെങ്ങല പോലെയാണ്. ചെങ്ങല എന്ന് പറഞ്ഞാൽ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഭയങ്കര ശക്തിയുള്ളതാണ്. അല്ലേ? അല്ലേ? പക്ഷേ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേടുവന്നല്ലോ, ഒരൊറ്റ കണ്ണി കേടുവന്നല്ലോ, പിന്നെ അതിന് നമ്മൾ ചെങ്ങല എന്ന് വിളിക്കുമോ? അത് ഇരുമ്പുകൊണ്ടുള്ളൊരു സാധനം മാത്രമേ ആവൂ. എന്തിനു വേണ്ടിയാണോ ചെങ്ങല ഉണ്ടാക്കിയത് ആ പരിപാടി നടക്കില്ല. എല്ലാ കണ്ണിയും കേടുവന്നിട്ടുണ്ടോ? ഇല്ല, ഒരു കണ്ണിയേ കേടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ കണ്ണികളുമാണ് ഒരു ചെങ്ങലയെ നിലനിർത്തുന്നത്. ഒരു കണ്ണി കേടുവന്നാൽ, ഒരു കണ്ണി സഹകരിക്കാതെ വന്നാൽ, ഒരു കണ്ണി പേരുദോഷം ഉണ്ടാക്കിയാൽ, അല്ലേ, അത് അയാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുക ചെയ്യാം. എന്നാൽ ഒരാളെങ്ങാനും വലിയ രീതിയിൽ പേരുണ്ടാക്കിയാലോ, അത് അയാളെ മാത്രമല്ല, അയാളുടെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷം കൊടുക്കുന്ന, അഭിമാനം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുകയും ചെയ്യും. പന്ത് കളിക്കുന്ന സമയത്ത് ഒരു ടീമിൽ 12 ആളുകളുണ്ടാവും, അല്ലെങ്കിൽ 7 ആളുകളുണ്ടാവും. 7സും 11സും ഇവിടെ ഉണ്ടാവും. അങ്ങനെ അല്ലേ? 7 ആള് 12 ആള് 7 ആള് 11 ആള് അല്ലേ? 11s ആണ്. അല്ലെങ്കിൽ 7s. ഈ 7 ആളുകൾ കളിക്കുന്ന സമയത്ത് ഒരാളുടെ കയ്യിലാണ് പന്തുണ്ടാവുക, അല്ലേ? ഒരു ചെറിയ പന്തിൻ്റെ പിന്നാലെ 14 ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമയത്ത് ഒരാളുടെ കയ്യിലാണ് പന്തുണ്ടാവുക. അയാൾ ആ പന്ത് കൊണ്ട് പോകും. അയാൾ പോയിട്ട് അത് വേറൊരാൾക്ക് കൊടുക്കും. അയാൾ വേറൊരാൾക്ക് കൊടുക്കും. അയാൾ വേറൊരാൾക്ക് കൊടുക്കും. അവസാനം വേറൊരാൾക്ക് കൊടുത്ത് അയാളാണ് ഗോളടിച്ചത്. ആദ്യം കിട്ടിയ ആളാണോ ഗോളടിച്ചത്? അവസാനം കിട്ടിയ ആളാണ് ഗോളടിച്ചത്. പക്ഷെ ജയിച്ചതാരാ? അവസാനം കിട്ടിയ ആൾ മാത്രമാണോ? പിന്നെ ആ ടീമാണ് ജയിച്ചത്. ഇതേപോലെയാണ് ഫാമിലി. ഒരാൾ പേരുണ്ടാക്കുന്ന സമയത്ത് അയാൾ മാത്രമല്ല ജയിക്കുന്നത്, ആ ടീമിലുള്ള മുഴുവൻ ആളുകളും ജയിക്കുന്ന ഒരു കലയുടെ പേരാണ് ശരിക്കും ഒരു ടീം. അങ്ങനെയാണെങ്കിൽ ഏതൊരു കുടുംബവും ഒരു ടീമാണ്, ഏതൊരു തറവാടും ഒരു ടീമാണ്, അല്ലേ? ഞാൻ 2 കഥകൾ പറയാം, നിങ്ങൾ ശരിക്കും കേൾക്കണേ. ഒരു പാവപ്പെട്ട ഒരാളുണ്ട്, സാധുവാണ്, ചെറിയ ജോലിയുള്ളൊരു കമ്പനിയിൽ ചെറിയ വരുമാനമുള്ളൂ. ആ വരുമാനം അയാൾക്ക് ഓക്കെയാണ്, ആ വരുമാനം അയാൾക്ക് മതി. പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി ആ വരുമാനം അത്ര മതിയാകാതെ വരാൻ തുടങ്ങി. അയാൾ ഒരു ടൗണിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ആ ടൗണിലേക്ക് ഭാര്യയെ കൊണ്ടുപോവുക. അയാൾ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട്, ആ വീട്ടിൽ 2 ആളുകളും ഒരുമിച്ച് താമസിക്കുകയാണ്. പക്ഷേ വരുമാനം അത്ര തീരെ പോരാതെ വരികയാണ്. ആ സമയത്ത് ഭാര്യ അദ്ദേഹത്തോട് എപ്പോഴും പറയും, ശമ്പളം ഒന്ന് കൂട്ടി ചോദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചൂടെ?
നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? നിങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു ജോലിക്കാരനല്ലേ, നിങ്ങൾ ചോദിച്ചാൽ തരും. അയാൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ചോദിച്ചാലോ. ചില സമയത്തൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബോസിൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് വരെ പോവും, പിന്നെ തിരിച്ചു വരും, മടിയായിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ വേണ്ട, ഒരു മടി, ഒരു പേടി, അങ്ങനെ. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ചോദിക്കുകയും കിട്ടിയില്ലെങ്കിൽ വേണ്ട, കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കാമെന്നെങ്കിലും പറയുമല്ലോ, അടുത്ത വർഷം നോക്കാമെന്നെങ്കിലും പറയുമല്ലോ, ഒരു ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് നിങ്ങളതൊന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ ഭാര്യ കൊടുത്ത എല്ലാ ആവേശവും ധൈര്യവും അദ്ദേഹം ഇങ്ങനെ സംഭരിച്ച് രാവിലെ ഓഫീസിലേക്ക് ചെന്ന് വീണ്ടും അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായി. അദ്ദേഹം ബോസിൻ്റെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തി. മെല്ലെ വാതിൽ തുറന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ബോസ് അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം ബോസിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരാവശ്യവും പറയാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത ആ ജോലിക്കാരൻ എന്ത് പറയാനായിരിക്കും വന്നത് എന്നിങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ ബോസിനോട് അദ്ദേഹം പറഞ്ഞു, കുറച്ച് ശമ്പളം കൂട്ടിക്കിട്ടിയാൽ നന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇപ്പം എൻ്റെ കൂടെ താമസമൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ജീവിക്കാൻ ഈ ശമ്പളം മതിയാകാതെ വരിക. അതുകൊണ്ട് കുറച്ച് ശമ്പളം കൂട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എത്രയാണ് വേണ്ടത് എന്ന് ബോസ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ബോസ് ഒരു സംഖ്യ പറഞ്ഞു, ശമ്പളം കൂട്ടിക്കൊടുത്തു. അദ്ദേഹം ഒന്ന് ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശമ്പളം കൂട്ടിക്കിട്ടി. അദ്ദേഹം വലിയ സന്തോഷത്തോടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ഫോൺ എടുത്ത്, ആരെ വിളിക്കാൻ? ഭാര്യയെ വിളിക്കാൻ. ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യണം, അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പേരിങ്ങനെ സെർച്ച് ചെയ്യണം. പിന്നെ തോന്നി അല്ലെങ്കിൽ പറയണ്ട, ഞാനവിടെ എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം, അങ്ങനെ വൈകുന്നേരം ഓഫീസിലെ സമയം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ബെല്ലടിച്ച് ആളിങ്ങനെ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇവളുടെ മുഖത്ത് എന്തോ ഒരു വലിയ സന്തോഷം. ഇവൾ ചോദിക്കുന്നില്ല ശമ്പളം കൂട്ടി കിട്ടിയെന്നൊന്നും. നിങ്ങൾ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരൂ, വസ്ത്രമൊക്കെ മാറ്റി വരൂ. അതേ നേരെ പോയിട്ട് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇങ്ങനെ താഴേക്ക് വന്ന സമയത്ത്, റൂമിലേക്ക് വന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം, ഒരു സൽക്കാരം പോലെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കണേ. അപ്പോൾ ഇയാൾ ആലോചിച്ചു, ഇവളെങ്ങനെ ഇത് അറിഞ്ഞോ? ശമ്പളം കൂട്ടിയ കാര്യം ഇവളെങ്ങനെയും അറിഞ്ഞോ? ഞാൻ പറയാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു? അയാൾക്കൊരു ഐഡിയ കിട്ടില്ല എന്താ സംഭവം. അങ്ങനെ അവിടെ ഇരുന്ന് പ്ലേറ്റ് ഇങ്ങനെ മറച്ചു വെച്ചിരുന്നു. പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് അവളെന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ നോക്കുകയാണ്. ഇയാൾ വെറുതെ അവളിങ്ങനെ നോക്കിയ സമയത്ത് അവൾ പിന്നെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു പേപ്പർ എടുത്തിട്ട് പിന്നെ അവളിങ്ങനെ കയ്യിൽ വെക്കുന്നതൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. എന്തായാലും അവളിങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ തന്ന ധൈര്യത്തിന് ഞാൻ ബോസിനോട് ചെന്നിട്ട് ചോദിച്ചു ശമ്പളം കൂട്ടി കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറയേണ്ട താമസം ബോസ് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞു. ബോസ് ശമ്പളം കൂട്ടി. ഞാനിതുവരെ നിന്നോട് പറയാതിരുന്നത് സസ്പെൻസ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അവളിങ്ങനെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആ പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കിയെന്ന് പറഞ്ഞു. പ്ലേറ്റ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയല്ലേ, പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കുന്നു. നിങ്ങളെ പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് നോക്കിയ സമയത്ത് അതിൽ ഒരു പേപ്പറുണ്ട് ഇങ്ങനെ വെച്ചിരിക്കണേ. ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ, അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ, നിങ്ങളിത് അർഹിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവളിതെങ്ങനെ നേരത്തെ അറിഞ്ഞു? വീണ്ടും അവൾ അടുക്കളയ്ക്ക് പോയ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവൾ കയ്യിൽ എടുത്ത രണ്ട് പേപ്പർ എടുത്തു. ഒരു പേപ്പറാണ് പാത്രത്തിൻ്റെ താഴെ വെച്ചത്, മറ്റേ പേപ്പറുണ്ട് കയ്യിൽ, വേറൊരു പേപ്പർ, അതിങ്ങനെ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ ചെന്നിട്ട് അടുക്കളയിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പം അതിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ? സാരല്ല പ്രിയപ്പെട്ടവനെ,
അടുത്ത തവണയെങ്കിലും നമുക്ക് നോക്കാം, ഇനിയും നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ എന്തായാലും ഇത് അർഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കിട്ടും. ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ലെങ്കിലും ശമ്പളം കൂട്ടി കിട്ടിയാലും അയാൾക്ക് വേണ്ടി അവൾ ഒരുക്കി വച്ചിരിക്കുന്ന സൽക്കാരമായിരുന്നു അത്. ഓ ഹെൻറി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വലിയൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുണ്ട്, എല്ലാം മനോഹരമാണ്. അവസാനം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അതാണ് ആ കഥകളുടെ പ്രത്യേകത. ഓ ഹെൻറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൽ ഇതേപോലെ പാവപ്പെട്ട ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്റ്റോറിയാണ്. അവർ ക്രൈസ്തവരാണ്, ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് ഡിസംബർ 25 ക്രിസ്തുമസിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡേ ഓഫ് ദ മാഗി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. മാഗി വരുന്ന ദിവസം എന്നാണ് ഇവർ. അന്ന് ഇവർ കാര്യമായി ചെയ്യുന്നത് പരസ്പരം ശമ്പളമല്ല, സമ്മാനം കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്, സമ്മാനങ്ങളുടെ ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറുതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ഭാര്യയും ഭർത്താവും ഇല്ലേ, അവർ ഇതേപോലെ സാധുക്കളാണ്, വളരെ പാവങ്ങളാണ്. അപ്പോൾ ഈ ഭർത്താവ് ആലോചിക്കുകയാണ്, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും. കൊടുക്കാനുള്ള സമ്മാനം അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചു. പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ആകെയുള്ളതൊരു പഴയ വാച്ച് മാത്രമാണ്. ആ വാച്ച് അദ്ദേഹം വിറ്റിട്ട് അതിന് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയത് എന്താണെന്നറിയോ? അവളുടെ സ്വർണ്ണ തലമുടിയാണ്, സ്വർണ്ണ നിറമുള്ള തലമുടിയാണ്. ആ തലമുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത്. ഒരു കേശാഭരണം, തലയിൽ മുടിയിലിടുന്നൊരു ക്ലിപ്പാണ് വാങ്ങിയത്. അങ്ങനെ ആ ക്ലിപ്പ് നന്നായി പൊതിഞ്ഞൊരു ഒരു പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് നല്ല വർണ്ണക്കടലാസോടുകൂടി ആ ദിവസത്തിൻ്റെ രാവിലെ അവളെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം ആ പെട്ടി ഇങ്ങനെ പിന്നിൽ വെച്ചിട്ട് അവൾക്ക് ആ സമ്മാനം കൊടുത്ത്, അവൾ വലിയ സന്തോഷത്തോടെ ആ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മുടിയിലിടാനുള്ള ക്ലിപ്പാണ്. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല. അവൾ പറഞ്ഞു, നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്തത്? അവളിങ്ങനെ ഒരു ചെറിയ ഷാൾ ഇങ്ങനെ തലയിലിട്ടിരുന്നു. ആ ഷാൾ ഇങ്ങനെ മാറ്റിയപ്പോഴാണ് കണ്ടത് അവളുടെ ആ സ്വർണ്ണ തലമുടി ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്തിനാണ് മുടി മുറിച്ചത്? അവൾ പറഞ്ഞു, ഞാനത് വിറ്റു, തലമുടി മുറിച്ചിട്ട് വിറ്റ്. എന്തിനാണ് വിറ്റത്? അത് നിങ്ങൾക്കൊരു സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടോ. ആണോ? ഇങ്ങോട്ട് എന്താ വാങ്ങിയത്? അവൾ ഓടിച്ചെന്ന് റൂമിൽ നിന്ന് ആ സമ്മാന പെട്ടി എടുത്തുകൊണ്ട് വരികയാണ്. അയാൾ വലിയ കൗതുകത്തോടെയും ആനന്ദത്തോടെയും അതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? വാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയ വാച്ചാണ്, അച്ഛൻ മറ്റോ വാങ്ങിക്കൊടുത്ത വാച്ചാണ്. ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ വാച്ചിന് ഇടാവുന്ന നല്ല ഒരു സ്ട്രാപ്പാണ് അവൾ തലമുടി മുറിച്ച പൈസ കൊണ്ട് വാങ്ങിയിട്ടുള്ളത്. അതിങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എടോ നിൻ്റെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്ത? വാച്ചില്ലേ? വാച്ച് എവിടെ പോയി? വാച്ച് ഞാൻ വിറ്റു. അതെന്തിനാ വിറ്റത്? നിങ്ങൾ ഇത്രയും കാലം വലിയ സന്തോഷത്തോടെ കൊണ്ടു നടന്നല്ലേ? അത് ഞാൻ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വിറ്റതാണ്, വേറെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കഥയുടെ അവസാനം ഓ ഹെൻറി പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാളുകൾക്കും വാങ്ങിയ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാളുകളും ആ സമ്മാനം ഇങ്ങനെ സ്വീകരിച്ച് പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണർന്ന് രണ്ടാളുകളും കരഞ്ഞു. അവിടെയാണ് ആ കഥ അവസാനിക്കുന്നത്. മനുഷ്യനെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട് അല്ലേ? ഒന്നുകിൽ മനുഷ്യനെ വേദനിപ്പിച്ചാൽ മതി, മനുഷ്യന്മാർ കരയും. ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താലും മനുഷ്യന്മാർ കരയും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ കാണേണ്ട ഒരു ആവശ്യം വന്ന്, ഒരു ശനിയോ ഞായറോ മറ്റോ. അദ്ദേഹം ഒരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, ഞാൻ കോഴിക്കോട്
JDTയുടെ അടുത്താണുള്ളത് എന്ന് പറഞ്ഞു. JDTയുടെ അടുത്തൊരു സ്ഥാപനമുണ്ട്, അവിടെയാണുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഈ ഒഴിവ് ദിവസം മൂപ്പർക്ക് അവിടെ എന്തെങ്കിലും പഠിക്കുകയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്കറിയുന്ന സ്ഥലമാണ്. ഞാൻ അവിടേക്ക് എത്തുക. ആ സമയത്ത് വരാന്തയിൽ തന്നെ ഉണ്ട് മൂപ്പര്, വരാന്തയിൽ തന്നെ ഉണ്ട്. അയാളുടെ കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്, മുലകുടി പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ചെറിയൊരു മോന്, ഇതേപോലെ ഒരു കുഞ്ഞുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ? അപ്പോൾ അവൻ എന്നോട് പറയണേ, പിന്നെ അവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ആർക്ക്? വൈഫിന്. അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് പഠിക്കുക എന്നുള്ളത്. എന്തോ ഒരു കൗൺസിലിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കോഴ്സ് പഠിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ടായതുകൊണ്ട്, മോന് ഫീഡിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിന് വരിക എന്നുള്ളത് അവൾക്ക് ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് അവളുടെ കൂടെ വന്നതാ. അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുട്ടിക്ക് പാല് കൊടുത്തിട്ട് പോവും. 4 മണിയായാൽ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. മന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇല്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട ഒരു സ്ഥലമല്ല അത്. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട സ്ഥലമല്ല അത്. എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യനും ഇതേപോലെ സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആൾക്കും അയാളുടേതായ കിനാവുകളുണ്ട്, അയാളുടേതായ മോഹങ്ങളുണ്ട്, എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഞാൻ മാത്രം എവിടെയെങ്കിലും എത്തിയാൽ പോരാ. എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ മനുഷ്യനും അതേപോലെ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീട് ആ അർത്ഥത്തിൽ ഒരു വീടായി മാറുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരേ കുടുംബം പേരിലുള്ള ആളുകളാണ് അല്ലേ? ഇതിന് ഈ പേരിട്ട ഒരാളുണ്ടാവില്ലേ? MTP എന്ന് പേരിട്ട ഒരാളുണ്ടാവില്ലേ? ഒരാൾ കടമ്മനിട്ട എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, അതിങ്ങനെയാ: നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എങ്ങനെയാണ്? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് പറഞ്ഞാട്ട്, നിങ്ങളോർക്കുക, നമ്മളോർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. എത്രയോ മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും ഒന്നും ജീവിതത്തിൽ അത്ര വലിയ വരുമാനങ്ങളോ അത്ര വലിയ അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ കടന്നുപോയ എത്രയോ തലമുറകളുണ്ട്. ആ തലമുറകളുടെ കഷ്ടപ്പാടുകളുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഫലമാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു കാര്യം. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ എത്രയോ സന്തോഷിക്കും. കാരണം ഒരു കുടുംബത്തിൻ്റെ, ഒരു തറവാടിൻ്റെ ഒക്കെ വലിയ ആനന്ദം നമ്മളെക്കാൾ അവരനുഭവിക്കുന്നുണ്ടാവും, ആ പേരിലും അതിൻ്റെ ഒരു പൈതൃകത്തിലുമൊക്കെ അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ശരിക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ് ഇത്. നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ പൈതൃകത്തിലുള്ള വലിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ നേരമാണ് ഇത്. ഒരു ചെങ്ങലയാണ് എന്നും ആ ചെങ്ങലയിലെ ഓരോ കണ്ണിയും അത്രയും പ്രധാനമാണ് എന്നും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ അനുഭവം അയാളുടെ കാരുണ്യം ലഭിക്കുകയാണ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആളുകൾ വരും. ആ ആളുകളൊക്കെ നമ്മൾ തമ്മിൽ ഏതൊക്കെയോ തരത്തിലുള്ള ഫീലിങ്സ് കടന്നു പോവുകയും കൈമാറുകയും ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളാവട്ടെ, ഭാര്യയും ഭർത്താവും ആവട്ടെ, മക്കളും മാതാപിതാക്കളും ആവട്ടെ, അയൽക്കാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, അല്ലേ? മനുഷ്യന്മാർ തമ്മിൽ എത്രയോ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, എത്രയോ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു വികാരം മാത്രമേ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുന്നുള്ളൂ, തീരാതെ ബാക്കിയാകുന്നുള്ളൂ. അതെന്താണെന്നറിയോ നിങ്ങൾ? അത് കാരുണ്യം എന്നാണ്. അത് കാരുണ്യം. നേരത്തെ ഉസ്താദ് ഇവിടെ ഖുർആനിലെ ഒരു ഭാഗം പാരായണം ചെയ്തില്ലേ, ഖിറാഅത്ത് ചൊല്ലിയില്ലേ? ആ ഖിറാഅത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ഭാഗം ഏതാണെന്നറിയോ? സൂറത്ത് റൂമിലുള്ള ഒരായത്താണ്. നമ്മുടെ ഈ നിക്കാഹിൻ്റെ ചടങ്ങിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ആയത്താണത്. അതിൽ പഠിച്ചോൻ എന്താ പറയണതെന്നറിയോ നിങ്ങൾ?
വല്ലാത്തൊരു വാക്കാണത്. പഠിച്ചവൻ പറയുന്നത്, ആദ്യം പറഞ്ഞു ഭൂമിയിൽ കുറേ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആണായും പെണ്ണായും കുറേ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പഠിച്ചവൻ പറയാ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയായിട്ട് കടന്നു വരും. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അങ്ങനെ പറയാം. ഇത്രയേറെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്നറിയോ? ആണിൽ നിന്ന് പെണ്ണിനും പെണ്ണിൽ നിന്ന് ആണിനും പരസ്പരം കിട്ടേണ്ട 2 കാര്യങ്ങൾ ഖുർആൻ പറയാം. ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ് കേട്ടോ. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായി പറഞ്ഞത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനല്ല, അത് നമ്മളാണ്. ഇല്ലെങ്കിൽ മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. എന്തിനാണ് കുറച്ച് മനുഷ്യന്മാർ? ആ മനുഷ്യന്മാർ നമ്മളിൽ നിന്ന് അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ആ മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറയാ, നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ 2 ആളുടെ ഇടയിൽ പടച്ചോൻ 2 കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ, അല്ലേ? ഉണ്ടാക്കി വെച്ചത് മാത്രമാണ് ഉമ്മ, എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ. ഇതേപോലെ പഠിച്ചോൻ പറഞ്ഞ് നിങ്ങളുടെ 2 ആളുടെ ഇടയിൽ 2 കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ 2 കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം സ്നേഹം. അത് പറയേണ്ട കാര്യമല്ല, എന്തായാലും എല്ലാ മനുഷ്യൻ്റെ ഇടയിലും ഇങ്ങനെ പരസ്പരം ചേർക്കുന്ന പശയാണ് അത്. അതില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നത് പറയല്ല, ഖുർആൻ അത് പറഞ്ഞു എന്തായാലും. പക്ഷെ അതിലൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷെ രണ്ടാമതായി പറഞ്ഞ കാര്യത്തിലാണ് അത്ഭുതം. 2 മനുഷ്യന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സ്നേഹം മാത്രം പോരാ. അതാണ്, വേറൊരു കാര്യം കൂടി വേണം. അതെന്താ? കാരുണ്യം. എന്താണ് കാരുണ്യം? നിങ്ങളുടെ മുന്നിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല, എല്ലാ കാലത്തും ഒരുപോലെയല്ല. കഴിഞ്ഞ വർഷത്തിൽ ഉള്ളതുപോലെയല്ല ഈ വർഷം. 2013 വരെ എനിക്ക് ഉമ്മുണ്ട്. 2013 കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മയില്ലാത്ത ഒരാളാണ്. 2012 2013. 2015 വരെ എനിക്ക് ഉപ്പുണ്ട്. 2015 ശേഷം എനിക്ക് ഉപ്പല്ല. ഉപ്പല്ലാത്ത ഒരാളാണ് ഞാൻ. ഉപ്പാന്ന് വിളിക്കാൻ ഒരാളില്ല. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ അവിടെ ഉമ്മല്ല. എൻ്റെ ജീവിതം മാറുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറുന്നു. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് തരേണ്ടത് എന്താണ്? സ്നേഹം മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കണം. സ്നേഹം ഒരാൾക്ക് 24 മണിക്കൂറൊന്നും വേണ്ട, കുറച്ച് നേരമൊക്കെ മതി. പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളെ അറിയണം, നമ്മളുടെ ആവശ്യങ്ങൾ അറിയണം. ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോന്നാണ് വേണ്ടത്, എല്ലാ സമയത്തും ഒന്നല്ല വേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മ മരിച്ച ദിവസം, മരണപ്പെട്ട ദിവസം, അവിടെ പകൽ സമയത്ത് നമ്മൾ ആ ദുഃഖത്തെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുന്നൊന്നുമില്ല. ദുഃഖം ഉണ്ടാവും, നമ്മൾ ആ തിരക്കിനിടയിലാണല്ലോ ഉണ്ടാവുക. പക്ഷെ രാത്രിയായി, പിന്നെ ഉറങ്ങാൻ കിടന്നു, ഉറങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉമ്മയില്ലാത്ത വീടാണ്. അത്രയും കാലം ഉമ്മയുണ്ട്. 1982 മുതൽ 2013 വരെ എൻ്റെ ജീവിതത്തിൽ ഉമ്മുണ്ട്. ഞാൻ ഉമ്മാൻ്റെ ചെറിയ മോനുമാണ്. ഉമ്മാൻ്റെ കൂടെ തന്നെ ഇരുന്നു. ഉമ്മാൻ്റെ കൂടെ തന്നെ 10ാം ക്ലാസ് വരെ ഉമ്മാൻ്റെ കൂടെയാണ് കിടന്നിരുന്നത്. 10ാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം തോറ്റത് പഠിക്കാത്തതുകൊണ്ടല്ല, ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോകേണ്ടി വരും, വേറൊരു സ്ഥലത്ത് കോളേജിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ തോറ്റ്. ഏറ്റവും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വിഷയം ഞാൻ എഴുതിയില്ല. എഴുതാൻ പോയി, പക്ഷെ എഴുതിയില്ല. തോറ്റ്, സന്തോഷപൂർവ്വം തോറ്റ്. എല്ലാവരുടെ ദേഷ്യവും വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നു. സാരമില്ല, ഒരു കൊല്ലം കൂടി ഉമ്മാൻ്റെ കൂടെ നിൽക്കാമല്ലോ.
അങ്ങനെ 2ാമത് പ്രാവശ്യം പാരലൽ കോളേജിൽ പോയിട്ടാണ് ജയിച്ചത്. അതിലെനിക്ക് യാതൊരു വിഷമമില്ല, തോറ്റു എന്ന് പറയാനും പ്രശ്നമില്ല. കാരണം ഞാൻ തോറ്റതിനൊരു കാരണമുണ്ട്, അത് ഉമ്മയായിരുന്നു. ആ ഉമ്മയാണ് പോയത്. പക്ഷെ അന്ന് രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാതെ ഇങ്ങനെ കുറേ സമയമായി, പുലർച്ചെ 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് വെറുതെ ആലോചിച്ചതാണ്, എന്താണോ മനസ്സിലുള്ളത് അതൊരു പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് കിടക്കയിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരാൾ പിടിച്ചു. കാരണം അയാൾക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല. അങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് എഴുതിയിട്ട് ഒരു 3-4 വരിയുണ്ട്. കവിത എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ആണ്. ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്. പിന്നെ അതിന് വീട് പറയാൻ പറ്റില്ല. ഉണങ്ങിയ കെട്ടിടമാകും വീട്. ഉറക്കം പാതിയിൽ മുറിയും, ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും, ഇതൊക്കെ സത്യമായിരുന്നു കേട്ടോ, ഞാൻ ആ പകല് കണ്ടതാ. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും. അവളും ഉമ്മയാണല്ലോ. 2013 മുതൽ 2023 ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് 2ാമത്തെ ഒരു ഉമ്മയെ പോലെയായി. അപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് മനുഷ്യന്മാരില്ലാതെ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ ഉമ്മയെപ്പോലെയായി അവൾ മാറി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ ജീവിതത്തിൽ 2ാമത്തെ ഉപ്പയാവണം. അതിനാണ് പഠിച്ചവൻ അവൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവളുടെ ഉപ്പയ്ക്ക് അവളോട് കാരുണ്യം കാണിക്കുക, അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക, അവളുടെ മനസ്സിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുക, ഇതൊക്കെ അവളുടെ ഉപ്പയ്ക്ക് എളുപ്പമാണ്, കാരണം ഉപ്പയല്ലേ. പക്ഷെ 2ാമത്തെ ഉപ്പയെ പോലെ ഞാൻ സ്വയം അതിനുവേണ്ടി തയ്യാറാവുകയും സ്വയം തിരുത്തുകയും സ്വയം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് അപ്പം മനസ്സിലായി. അതാണ് പഠിച്ചവൻ പറഞ്ഞത്, സ്നേഹമല്ല അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ 2ാമതായി ഖുർആൻ ഒരു കാര്യം പറയാ, എന്താണ് കാരുണ്യം. അതെങ്ങനെയാണെന്നറിയാം, സ്നേഹം എന്നറിയണം ഇങ്ങനെ ഒരാളിങ്ങനെ, അതേ കൂടെ തന്നെ അയാളും ഇങ്ങനെ. പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. കാരണം ഇയാളിങ്ങനെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇയാളിങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പം ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല, ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. റഹ്മ, കാരുണ്യം. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു പെൺകുട്ടി. അവൾ വേറെ സുഹൃത്തിനോട് പറഞ്ഞൊരു സംഭവം. അവളെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അവൾക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വല്ലാതെ വഴക്ക് പറയുകയും ദേഷ്യം പിടിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരമ്മയാണ്. ആ അമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നും പറയാനില്ല. പക്ഷെ അവൾ അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ആദ്യത്തെ ഗർഭത്തിൻ്റെ എല്ലാ പേടിയും ആകുലതകളോടെയും ആ കുട്ടി ഉള്ള സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദന ഉണ്ടായി. ഗർഭവേദന പോലെ ഒരു പിടച്ചിലുണ്ടായി. അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്ന്, 8 മാസമൊക്കെ ഉള്ള സമയത്താണ് ഗർഭം. അങ്ങനെ തിരിച്ചു വന്ന് എല്ലാവരും ഉറങ്ങാൻ കിടന്ന്, അവളും കിടന്ന് കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഒരാളിങ്ങനെ തൊടുന്നത് പോലെ അവൾക്ക് തോന്നി. ആരോ തൊടുന്നത് പോലെ, തലോടുന്നത് പോലെ തോന്നി. അപ്പോൾ അവൾ മെല്ലെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതാരാന്നറിയോ? അമ്മ. അവൾക്ക് ഇതുവരെ നല്ല ഒരു ഓർമ്മയും കൊടുത്തിട്ടില്ലാത്ത അമ്മ. അപ്പോൾ അവൾ പറയാ, ഞാൻ ഉറങ്ങിയതുപോലെ തന്നെ പോയി. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഒറ്റപ്പാതിരാത്രിയിലെ ഒരു തലോടൽ മാത്രം ബാക്കിയാകുന്നു. ഇതാണ് കാരുണ്യം. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ലവ് കീപ്സ് നോ റെക്കോർഡ്സ് ഓഫ് ലവ്, റെക്കോർഡ്സ് ഓഫ് റോങ്സ് എന്ന് പറയാറുണ്ട്. ലവ് കീപ്സ് നോ റെക്കോർഡ്സ് ഓഫ്
റോങ്സ്. നല്ല സ്നേഹം നല്ലത് മാത്രമേ ഓർമ്മിച്ചു വെക്കൂ. നല്ലതല്ലാത്തത് ഓർമ്മിച്ചു വെക്കുന്നത് നല്ല സ്നേഹമല്ല. ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് നല്ലതല്ലാത്ത ഓർമ്മകളുണ്ടാവും. അവർ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി. ഒരാൾ മറ്റേയാളെ അടിച്ചു. അടി കിട്ടിയപ്പോഴും ഇവൻ തിരിച്ചൊന്നും ചെയ്തില്ല. ഇവൻ ആകെ ചെയ്തത് അവിടെ ഇരുന്നിട്ട് ആ വഴിയിൽ മണലുണ്ട്, മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു, എൻ്റെ ചങ്ങാതി ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ മുഖത്തടിച്ചു. യാത്ര കഴിഞ്ഞിട്ടില്ല, പിന്നെയും യാത്ര പോവുക. ഒരു പുഴ കടന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പുഴയുടെ ഇതിൽ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്, പാറക്കല്ലുകളൊക്കെ. ആ പാറക്കല്ലിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് രണ്ടാളും പോകുന്ന സമയത്ത് അടി കൊണ്ട ആളില്ലേ, അയാൾ മുന്നിലാണ്. കല്ലിൽ ചവിട്ടിയിട്ട് വഴുക്കിയിട്ട് ഇയാൾ പുഴയിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത്, കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് വീഴാനൊരുങ്ങുന്ന സമയത്ത് പിറകിലുള്ള ഈ ചങ്ങാതി അവനോട് ചുറ്റിപ്പിടിച്ചു. അവൻ വീണില്ല. കരയിലെത്തി. വലിയൊരു പാറയുണ്ട് അവിടെ. അവൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് ആ പാറയിൽ ഇങ്ങനെ കൊത്തി വെച്ചു. എന്താ കൊത്തി വെച്ചതെന്നറിയോ? ഇവിടെ വെച്ച്, ഈ പുഴയിൽ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ വീഴാതെ രക്ഷിച്ചു. അപ്പം ചങ്ങാതി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? നേരത്തെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത്, ഇപ്പോഴും മണലിൽ എഴുതിയ പോരെ, എന്തിനാ പാറയിൽ എഴുതി വെക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തു, അതങ്ങനെയാണ്. നല്ലതല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവും മനുഷ്യന്മാരുടെ അടുത്തുനിന്ന്, കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നല്ലതല്ലാത്ത ഓർമ്മയും നമുക്കുണ്ടാവുക. വന്നിട്ടുള്ള ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ആരാണ്? ആരാണ്? ഭൂമിയിൽ വന്ന ഏറ്റവും സുന്ദരനായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ സുന്ദരനായൊരു പ്രവാചകൻ വേറെ ഉണ്ടായിരുന്നു. അതാരാ? യൂസുഫ് നബി അല്ലേ? ഭയങ്കര സുന്ദരനായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്നാൾ ഈജിപ്തിൽ പോയ സമയത്ത് അവിടെ ഈജിപ്തുകാർക്കൊരു രീതിയുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ മൃതദേഹം അതേപോലെ സൂക്ഷിക്കും. മമ്മികൾ എന്നാണ് പറയുക, മമ്മിയായിട്ട് സൂക്ഷിക്കും. അപ്പോൾ അവിടെ എല്ലാ മമ്മികളും ഇങ്ങനെ കേടുവന്നിട്ടുണ്ട്, മുഖമൊക്കെ ആകെ വികൃതമായിട്ടുണ്ട്. പക്ഷെ ഒരു മമ്മി മാത്രം കേടുവന്നിട്ടില്ല, നല്ല സുന്ദരമായ മുഖത്തോടു കൂടി അവിടെ എപ്പോഴും ഉണ്ട്. ആ മമ്മിയെക്കുറിച്ചിട്ട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് അത് യൂസുഫ് നബിയുടെ മമ്മിയാണ് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിന് ചരിത്രപരമായ വസ്തുതകളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. അവിടെ എഴുതി വെച്ച പേരും ഏകദേശം യൂസുഫ് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു പേരുമാണ്. പക്ഷെ ആ മമ്മി കേടുവന്നിട്ടില്ല. നല്ല മുഖം, ഭയങ്കര ഒരു ഭംഗിയുള്ള മുഖമായിട്ട്, നല്ല ഒരു ആകാരമുണ്ട്, നല്ല നീളമൊക്കെ ഉള്ള ഒരാൾ. എന്തിനാ യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാലോ അല്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവിന് കുറേ മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെ കൂട്ടത്തിൽ ഈ മോനോട് ഒരു പ്രത്യേകമായ ഇഷ്ടമുണ്ടായിരുന്നു ആ പിതാവിന്. സ്വാഭാവികമായിട്ടും മറ്റുള്ള മക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഈ മകനോട് ഒരു അസൂയാണ് ഉണ്ടായത്. അവരെന്താ ചെയ്തത്? പഠിച്ചിട്ടുണ്ടോ? അവരെന്താ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ആ കിണറ്റിലിട്ട്, പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട്. എന്തിനാ കൊണ്ടുപോയിട്ടത്? പിന്നെ കുറേ ആളുകൾ, യാത്രക്കാരായ ആളുകൾ വന്നിട്ട് രക്ഷിച്ച് അവസാനം എവിടെ എത്തി? ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി. അതാണ് പിന്നീടുണ്ടായ ചരിത്രം. പക്ഷേ ഈ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടത് എന്തിനാ? ആരെങ്കിലും വന്നിട്ട് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാ? കൊല്ലാനാണ്. അതാണ് പിതാവിനോട് വന്നിട്ട് പറഞ്ഞത്, അവനെ ചെന്നായി പിടിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ അവനിനി ഇല്ല എന്നാണല്ലേ, അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടതാ. ഓക്കെ, ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? യൂസുഫ് നബി പിന്നീട് ഈജിപ്തിൽ വരുന്നു, അവിടെ ഒരു മന്ത്രിയാവുന്നു, ഫൈനാൻസ് മിനിസ്റ്റർ ആവുന്നു, ധനകാര്യമന്ത്രിയാവുന്നു, വലിയ പദവികളൊക്കെ ഉള്ള ആളായിട്ട് മാറുന്നു. കല്യാണം കഴിക്കുന്നു, ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ? നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണേ,
ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മുടെ ഉള്ളിൽ പകയോ വെറുപ്പോ തീരാത്ത വിദ്വേഷമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ചരിത്രം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ? മനാസേഹ്. എന്താണ്? മനാസേഹ്. 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 മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സാരല്ല, പോട്ടെ. എല്ലാം മറക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്താണ്? എല്ലാം മറക്കുക. എന്തിനായിരിക്കും ആ പേരിട്ടത്? എന്തിനായിരിക്കും? എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ? ആ കുട്ടി വലിയ കുട്ടിയോ അല്ലേ, വലിയൊരു മോനാകുന്ന സമയത്ത് കുറേ കാലം കഴിഞ്ഞിട്ട് നാട്ടുകാർ ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയും, നിന്റെ മൂത്താപ്പന്മാരെ നിനക്കറിയോ? നിന്റെ വാപ്പൻ്റെ പ്രദേശമില്ലേ മൂത്താപ്പന്മാര്, ഇക്കാക്കന്മാര്, അവരെ നിനക്കറിയോ? അവരാരാന്നറിയോ? നിന്റെ വാപ്പാനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട ആളുകളാണ്. അവർ അത്രയും വലിയ ദ്രോഹം ചെയ്ത ആളുകളാണ്. മറക്കരുത്, അവരോടുള്ള പക മറക്കരുത്, തലമുറകളോളം ബാക്കിയാവണം എന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് ഈ കുട്ടിയെ ഉപദേശിച്ചാൽ ആ കുട്ടി അവരോട് പറയേണ്ടത് എന്താണ് എന്ന് ആ വാപ്പ മുൻകൂട്ടി ആ കുട്ടിക്ക് പേരായിട്ടിട്ടു. എന്താ പറയേണ്ടത്? എല്ലാം മറക്കുക, സാരല്ല, പോട്ടെ. മനാസേ. MTP എന്ന കുടുംബത്തിൻ്റെ തണലിലുള്ള ഒരേ റൂഫിൽ അന്തി ഉറങ്ങാൻ അത്രയും പാകത്തിലുള്ള കുടുംബങ്ങളാണ് നിങ്ങൾ. ഏതോ അർത്ഥത്തിലുള്ളൊരു രക്തബന്ധം നിങ്ങളുടെയൊക്കെ സിരകളിലൂടെ ഒഴുകുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ അന്തസ്സും സമാധാനവും വരാനിരിക്കുന്ന തലമുറകളോളം ബാക്കിയാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരമുണ്ടാകേണ്ട ഈ ഒരു കനിവാണ്, കരുണയാണ്. നേരത്തെ ഓതിയ ആ ആയത്തിൽ രണ്ടാമതായിട്ട് ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ലിതുസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളില്ലേ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇലൈഹ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് എന്നല്ല, അസുവാജിൽ നിന്ന് എന്നാണ്. ആദ്യം അസുവാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇണകൾ. ഇത് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് മാത്രം കിട്ടേണ്ടതല്ലല്ലോ, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും കിട്ടേണ്ടതല്ലേ, പരസ്പരം കിട്ടേണ്ടതാ. എന്താ പറഞ്ഞതെന്നറിയോ ഖുർആൻ? സമാധാനം. നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ അതിന് വീടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങാടിയിലിരിക്കും, നമ്മൾ ചങ്ങാതിമാരുടെ കൂടെ ക്ലബിലിരിക്കും, നമ്മൾ ഹോട്ടലിലിരിക്കും. എന്താ വീട്ടിലേക്ക് പോകാത്തത്? അവിടെ സമാധാനം ഉണ്ടാവില്ല. എപ്പോഴാണ് സമാധാനം ഉണ്ടാവുക? ഓരോ ആളും അവരെ നിയന്ത്രിക്കുമ്പോഴാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നൊക്കെ തോന്നും, പറയാതിരിക്കുമ്പോഴാണ് വീട്ടിൽ സമാധാനം ഉണ്ടാവുക. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നും, ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നും, ചില കാര്യങ്ങളിൽ പ്രതികരിക്കണമെന്ന് തോന്നും. ഞാൻ എൻ്റെ നാവിനെ, എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തല ചൊറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്കതിലൊരു പങ്കുണ്ട് എങ്കിൽ. എല്ലാ മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ എന്തോ പറഞ്ഞു, മറ്റേയാൾ തിരിച്ചും പറഞ്ഞു, ഇയാൾ അങ്ങോട്ട് പറഞ്ഞു, ആകെ വഴക്കായി. എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ എണീറ്റ് പോയി, മറ്റേയാൾ എണീറ്റ് പോയി, ആരും ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം ആ ചോറ് ഉമ്മ എടുത്തിട്ട് പൂച്ചക്കോ നായക്കോ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ചോറല്ല, ഒരു വീടിൻ്റെ സമാധാനമാണ്. താങ്ക് യു.